നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നാടോടി സ്ത്രീകളുടെ ശല്യം സഹിക്കവയ്യാത്തൊരു നാടാണ് കേരളം. ഒരു സീസൺ ആയിക്കഴിഞ്ഞാൽ നാടോടി സ്ത്രീകളെ തട്ടിയിട്ട് നടക്കാൻ മേലാത്ത അവസ്ഥയാണ്. സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളുമായിട്ട് ഇറങ്ങുന്ന ഈ സംഘത്തിൽ നിന്ന് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുന്നത് തലനാരിഴയ്ക്കാണ്. ചെങ്ങന്നൂർ ഡിപ്പോയിലെ ഒരു കണ്ടക്ടറാണ് ഇവിടെ രക്ഷകനായി എത്തിയത്. 4 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയെ കൊല്ലത്ത് ബീച്ചിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ഒരു നാടോടി സ്ത്രീയിൽ നിന്നും ഈ കുഞ്ഞിനെ രക്ഷിച്ചത് ചെങ്ങന്നൂർ ഡിപ്പോയിലെ കണ്ടക്ടറാണ്. ഈ കണ്ടക്ടർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് വീഡിയോയിൽ തുടങ്ങട്ടെ. ഈ നാടോടി സ്ത്രീയുമായിട്ട് പെൺകുഞ്ഞ് ബസ്സിൽ കയറിയ സമയം മുതൽ കണ്ടക്ടറുടെ ശ്രദ്ധ ഇവരിലുണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കുന്ന നേരമായപ്പോൾ ഈ നാടോടി സ്ത്രീ തമിഴിലും പെൺകുട്ടി മലയാളത്തിലും സംസാരിക്കാൻ തുടങ്ങി. നല്ല ചുറുചുറുക്കുള്ള പെൺകുട്ടിയായിരുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹം പിതാവും കൂടിയായിരുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളോടൊരു പ്രത്യേക വാത്സല്യം തോന്നി. കണ്ടക്ടറുടെ ബാഗും കണ്ടക്ടറുടെ സ്വഭാവത്തെയും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട്, വേഷത്തെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ പെൺകുട്ടി കണ്ടക്ടറോട് സംസാരിക്കാൻ തുടങ്ങി. കുഞ്ഞിനോട് നല്ല വാത്സല്യത്തോടുകൂടി കണ്ടക്ടറും ഇടപെട്ടു. പക്ഷേ ടിക്കറ്റ് എടുത്തത് തമിഴിൽ സംസാരിച്ച ഈ സ്ത്രീയുടെ സംസാരമാണ് ഇദ്ദേഹത്തെ സംശയിക്കാൻ ഇടയാക്കിയത്. കുഞ്ഞ് പഠിക്കുന്ന സ്കൂളും കുഞ്ഞിൻ്റെ പേരുമൊക്കെ ചോദിച്ചെങ്കിലും പലതിനും അവ്യക്തമായിരുന്നു. നാടോടി സ്ത്രീക്ക് ഒന്നിനും മറുപടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കണ്ടക്ടർ ഡ്രൈവറുമായിട്ട് സംസാരിച്ചു സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അത് വളരെയധികം ഉപകാരപ്പെട്ടു. കാരണം കൊല്ലത്ത് ബീച്ചിലേക്ക് പോയ കുട്ടിയുടെ മാതാവിന് ചെറിയ മാനസിക അസ്വസ്ഥതയുള്ള ആളായിരുന്നത് കൊണ്ട് തന്നെ കുട്ടിയെ അവിടെ നിന്നും ഈ നാടോടി സ്ത്രീ തട്ടിക്കൊണ്ടു പോരുകയായിരുന്നു. എന്തായാലും അവസരോചിതമായിട്ടുള്ള കണ്ടക്ടറുടെ ഇടപെടൽ മൂലം ഒരു പെൺകുട്ടിയാണ് കേരളത്തിന് നഷ്ടമാകാതിരുന്നത്. ഇങ്ങനെ നാടോടികളായ ആളുകളുടെ കയ്യിൽപ്പെട്ട് എത്രയോ കുഞ്ഞുങ്ങളെയാണ് തിരികെ കിട്ടാതെ വേദനിക്കുന്ന അമ്മമാരും ഭവനങ്ങളിലുള്ളത്. ഓരോ ഭവനങ്ങളിലും തീരാ നോവായി മാറുന്ന ഓരോ അവസ്ഥയ്ക്ക് പകരം ഇവിടെ കണ്ടക്ടർ രക്ഷകനായതുകൊണ്ട് മാത്രം ഈ പെൺകുഞ്ഞിനെ തിരികെ ലഭിച്ചു. പെൺകുട്ടി എല്ലാവരോടും വേഗത്തിൽ ഇടപെടുന്ന അത്രത്തോളം ആകർഷകത്വമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. ആരെയും കൂസാത്തൊരു പ്രകൃതമായിരുന്നത് കൊണ്ട് തന്നെ ഈ നാടോടി സ്ത്രീയുമായിട്ട് വേഗം ഇണങ്ങാൻ സാധിച്ചു. പെൺകുട്ടിയെ അങ്ങനെയാണ് നാടോടി സ്ത്രീ തട്ടിക്കൊണ്ടു പോകുന്നത്. ഇത്തരത്തിൽ ജാഗരൂകമായിട്ടുള്ളൊരു സമൂഹമാണ് നമുക്ക് ആവശ്യം. ഈ കണ്ടക്ടറുടെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടു പോവുകയും ഭിക്ഷാടത്തിനെ ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ മാനസിക വൈകല്യമുള്ള ഒരു അമ്മയ്ക്ക് തൻ്റെ മകളെ നഷ്ടപ്പെടേണ്ടി വന്നേനെ. എന്നിരുന്നാലും ഇവിടുത്തെ ഇടപെടൽ പോലെ സമൂഹത്തിൽ ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നാടോടികളെ ഈ നാട്ടിൽ നിന്ന് തന്നെ തുരത്താനായിട്ട് പോലീസ് ജാഗരൂകരായിരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നാടുകളിലൂടെ സ്റ്റാൻഡുകളിലൂടെയുമൊക്കെ നാടോടികൾ ഇറങ്ങിയിരിക്കുന്നത് കാണാൻ സാധിച്ചു. ഈ അവധി സമയമാണ്. അതുകൊണ്ട് തന്നെയും കുഞ്ഞുങ്ങളെ വളരെയധികം സംരക്ഷണത്തോടുകൂടി വളർത്തുവാൻ ശ്രദ്ധിക്കണം. ഒന്ന് കണ്ണൊന്ന് തെറ്റിയാൽ ഉടൻ തന്നെ റാഞ്ചിക്കൊണ്ടുപോകുന്ന കഴുകന്മാരെ പോലെയാണ് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് നാടോടികൾ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെയും ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ കണ്ണിൽപ്പെടാതെയും മറ്റുള്ള കഴുകന്മാരുടെ കണ്ണിൽപ്പെടാതെയും നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പോലീസിനോടൊപ്പം തന്നെ സമൂഹത്തിലുള്ള ആളുകളായിട്ടുള്ള ഓരോ മനുഷ്യരും ശ്രദ്ധിക്കുക. കുഞ്ഞുമക്കൾക്ക് അറിവില്ല. അവർ ആരെങ്കിലും ചിരിച്ച് ഒന്ന് മിഠായി കാണിച്ചാൽ ചെറിയ കുഞ്ഞുങ്ങൾ അവരുടെ ഒപ്പം പോകാൻ ചില കുഞ്ഞുങ്ങൾ തയ്യാറാവും. അതല്ലെങ്കിലും കയ്യും കാലുമൊക്കെ പൊത്തിപ്പിടിച്ചു വായുമൊക്കെ പൊത്തിപ്പിടിച്ചുകൊണ്ട് കെട്ടിയിട്ടുകൊണ്ടുമൊക്കെയും തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങളുമുണ്ട്. എന്തായിരുന്നാലും ഈ അവധി സമയങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം. സ്കൂളിൽ പോകുമ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ. ഈ നാട്ടിൽ വരുന്ന ഇത്തരക്കാരെ തുരത്തി ഓടിക്കാനുള്ള ശ്രമങ്ങൾ വരണം.